ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായി നമുക്കിന്നൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്നവർക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, കറി ഉണ്ടാക്കാനൊക്കെ മടി പിടിക്കൂലേ, അന്നേരമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമേ. നമുക്കിന്നിവിടെ ഒരു ബിരിയാണി സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയാലോ. കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ജീരകവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 വഴനയിലയും 2 ഏലക്കയും 1 കഷ്ണം കറുവപ്പട്ടയും 1-2 ഗ്രാമ്പുവും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം നെയ്യിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണം വരുമേ. ഈ സമയം സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ മീഡിയം സൈസ് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റി കൊടുക്കാം. അത്യാവശ്യം മൂത്ത് കളർ മാറുമ്പോഴേക്കും നമുക്ക് 2 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് മണം വരുമ്പോൾ 2 പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ വലിയ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണെങ്കിൽ ഒരു 5 തക്കാളി വരെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടയണം. നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ടാവും. ഒന്നുകൂടി നന്നായി വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൂടി നമുക്കത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കി മസാലകൾ കൂടി ചേർക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ചെറിയ സ്പൂൺ അളവിലാണ്. മസാലകൾ മൂക്കുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയിലയും ചേർക്കുന്നുണ്ട്. പുതിനയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിലേക്ക് 20 മിനിറ്റ് കുതിർത്ത് വച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ബസ്മതി അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് വൈറ്റ് റൈസ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മസാലകളും അരിയും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാമേ. അരി പൊട്ടിപ്പോകാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കപ്പിന് തന്നെ 2.25 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാല നന്നായി ഒന്ന് അരിയിൽ പിടിക്കണമേ. ആവശ്യത്തിന് ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്കും കൂടി ആക്കണമേ. അപ്പോൾ നല്ല പാകമായി വെന്തിരിക്കും. വളരെ ടേസ്റ്റുള്ള ഒരു തക്കാളി ചോറാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്ക് ഇതിന് കോമ്പിനേഷനായി റൈത്ത കൂടി റെഡിയാക്കാം. തൈരിലേക്ക് കുറച്ച് ബൂന്തിയും 1/4 സ്പൂൺ വീതം കുരുമുളക് പൊടിയും ബ്ലാക്ക് സാൾട്ടും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റൈത്ത റെഡിയാണ്. ഇത് തക്കാളിച്ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.